Good morning. Good morning, ma'am. Okay, good morning. Okay, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ക്വാളിറ്റി അഷുറൻസിന്റെ അക്രഡിറ്റേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? അക്രഡിറ്റേഷൻ എന്താണ്, അക്രഡിറ്റേഷന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? ഇറ്റ് ഇസ് നോൺ കമ്പൾസറി ആണ്, ഇറ്റ് ഇസ് എൻ ഓൺ ഗോയിങ് പ്രോസസ് ആണ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് തന്നെ പറഞ്ഞു അല്ലെ? പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റുകളാണ്, അതുപോലെ ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്, പിന്നെ അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളുണ്ട്, അങ്ങനെ നമ്മൾ ഓരോന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് കുറച്ച് അക്രഡിറ്റേഷൻ ബോഡീസ് നമ്മൾ പരിചയപ്പെട്ടു അല്ലെ? പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ളത് NABH, ലാബുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന NABL, പിന്നെ ACHSI അല്ലെ, JCI, അങ്ങനെ കുറച്ച് അക്രഡിറ്റേഷൻ ബോഡികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതിന്റെ എക്സ്പാൻഷൻ ഫോമുകൾ കേട്ടോ, അത് അവിടെ പഠിച്ചാൽ മതി. പിന്നെ NABH നമ്മൾ തുടങ്ങി അല്ലെ? NABH കുറച്ച് പോയിന്റുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? NABH എന്ന് പറയുമ്പോൾ എല്ലാ 4 വർഷം കൂടുമ്പോഴും അത് റിവൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ എല്ലാ 4 വർഷം കൂടുമ്പോഴാണ് NABH സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത്. നിലവിലിരിക്കുന്നത് 5th എഡിഷൻ ആണ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ NABH എന്ന് പറയുന്നതിന്റെ സ്റ്റാൻഡേർഡുകൾ അല്ലെ? NABH എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെ, QCIയുടെ ഒരു വിങ് ആണ് അല്ലെ? അതിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ട്, അതിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഓട്ടോണോമസ് ബോഡിയാണ് NABH എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ NABH സ്റ്റാൻഡേർഡുകൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ സേഫ്റ്റി, അതുപോലെ തന്നെ ക്വാളിറ്റി അല്ലെ? പേഷ്യന്റിന്റെ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദ സർവീസസിനാണ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ പറഞ്ഞു NABH മെയിൻ ആയിട്ട് ഹോസ്പിറ്റലുകളെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത് അല്ലെ? ഏതൊക്കെയാണ് 2 ഡിവിഷൻ? ഒന്ന് SHCO അല്ലെ, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും, രണ്ടാമത്തത് HCO അല്ലെ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അതെന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്പർ ഓഫ് ബെഡ്സ് അല്ലെ? ഓക്കെ, SHCO എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ബെഡ്സ് ലെസ് ദാൻ 50 ആണ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. HCO ആണെങ്കിലോ മോർ ദാൻ 50 ബെഡ്സ്. പിന്നെ നമ്മൾ പറഞ്ഞു NABH സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട് അല്ലെ? NABH തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. ഈ ടെക്നിക്കൽ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അംഗങ്ങളായിട്ടുള്ളത്? ക്ലിനിക്കൽ, നഴ്സിംഗ്, അഡ്മിനിസ്ട്രേഷൻ ഏരിയകളിലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങൾ അല്ലെ? ഓർത്തു വയ്ക്കുന്ന കേട്ടോ, ക്ലിനിക്കൽ, നഴ്സിംഗ്, അഡ്മിനിസ്ട്രേഷൻ ഏരിയകളിലുള്ള ആളുകളാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കൽ കമ്മിറ്റിയുടെ. ഈ ഒരു കമ്മിറ്റിയാണ് NABH സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു വെറുതെ ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണ്ട, നമ്മുടെ കാലാകാലങ്ങളിൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ചില ചട്ടങ്ങള് അല്ലെങ്കിൽ നിയന്ത്രണങ്ങള്, അതിനെയൊക്കെ അനുസൃതമായിക്കൊണ്ടാണ് NABH അതിന്റെ സ്റ്റാൻഡേർഡുകൾ പുറപ്പെടുവിക്കുന്നത്. ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങൾ വായിച്ചൊക്കെ നോക്കിയോ? വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ അടുത്ത മാർക്ക് നമുക്ക് നോക്കാം. ഓൾ മ്യൂട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററും കൂടെ പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ? അതുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അതിനകത്തും ഇതേ സെയിം കാര്യങ്ങൾ അവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. NABH ഈ ഒരു ഭാഗമില്ലേ, അത് അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ പഠിച്ചില്ലേ, 13 എണ്ണം, സെയിം തന്നെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ഇനി പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. മെയിൻ NABH ഗൈഡ് ബുക്ക് ഓർ സ്റ്റാൻഡേർഡ് ഹാസ് 10 chapters, okay, with 100 standards and 651 objective elements. ഇതങ്ങനെ തന്നെ പഠിച്ചു വെക്കാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് ഒരു NABHന്റെ ഗൈഡ് ബുക്കിന് എത്ര ചാപ്റ്ററുകളാണുള്ളത്? 10 ചാപ്റ്ററുകൾ കേട്ടോ. പഠിച്ചു വെക്കണേ. 10 ചാപ്റ്ററിന് 100 സ്റ്റാൻഡേർഡുകള്, 651
ഒബ്ജക്റ്റീവ് എലമെന്റ്സ് കേട്ടോ. അപ്പൊ തന്നെ പഠിച്ചു പോവാ കേട്ടോ. എന്താണ് NABH ഗൈഡ് ബുക്കിനകത്ത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബുക്കിനകത്ത് എത്ര ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്? 10 ചാപ്റ്റേഴ്സ്. ഓക്കെ, 100 സ്റ്റാൻഡേർഡ്സ് കേട്ടോ, 100 സ്റ്റാൻഡേർഡുകള്. പിന്നെ 651 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സുകളാണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത നമുക്കറിയാം എന്താണ് സ്റ്റാൻഡേർഡ്, എന്താണ് ഒബ്ജക്റ്റീവ് ഇലമെന്റ്, അങ്ങനെ ഒരു സംശയം ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് നോക്കാതെ standard refers to a set of objectives for the performance. വളരെ സിമ്പിൾ ആയിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാല്? ദ സ്റ്റാൻഡേർഡ് refers to a set of objectives for the performance. സ്റ്റാൻഡേർഡ് എന്താന്നുള്ളത് നമ്മൾ തുടക്കം തന്നെ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ പ്രീ ഡിറ്റർമിൻഡ് ക്രൈറ്റീരിയാസ് ആണ് അല്ലെ, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി ഇത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ഒബ്ജക്റ്റീവ്സുകള്, ഗോൾസ്, ലക്ഷ്യങ്ങള്, അതിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോഴും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആണ്. വേറൊന്നുമല്ല, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് എന്ന് നമുക്ക് പറയാം. അതായത് മാർഗനിർദ്ദേശങ്ങളാണെന്ന് പറയാം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ക്രൈറ്റീരിയ എന്ന് പറയാം, സെറ്റ് ഓഫ് റിക്വയർമെന്റ്സ് എന്ന് പറയാം. ഇതിനു വേണ്ടിയിട്ടാണ് ദാറ്റ് എ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മസ്റ്റ് ഫോളോ ടു എൻഷുർ ദ ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് എക്സലൻസ് ഇൻ ദ ഹെൽത്ത് കെയർ. അതാണ് അവിടെ പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് പേഷ്യന്റിന്റെ പരിചരണത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റി, ഏറ്റവും നല്ല സേഫ്റ്റി, അതുപോലെ തന്നെ എക്സലൻസ്, അത് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങള് അല്ലെങ്കിൽ മാനദണ്ഡങ്ങള്, ഒബ്ജക്റ്റീവ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡ് refers to a set of objectives for the performance. ഇവിടെ പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് എക്സലൻസ് ഇൻ പേഷ്യന്റ് കെയർ കേട്ടോ. പേഷ്യന്റിന് കൊടുക്കുന്ന പരിചരണത്തിലുള്ള ക്വാളിറ്റി, സേഫ്റ്റി, എക്സലൻസ്, അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കൂട്ടം മാനദണ്ഡങ്ങള് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ്, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നോക്കാം എന്താണ് ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് കേട്ടോ. ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇലമെന്റ്സ് കം അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ് ആൻഡ് ആർ യൂസ്ഡ് ടു ഒബ്സർവ് ദ പെർഫോമൻസ്. ഓക്കെ, എന്താണ് ഒബ്ജക്റ്റീവ് ഇലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു സ്റ്റാൻഡേർഡിന് കീഴിലായിട്ട് വരുന്നതാണ് കേട്ടോ. ഓരോ സ്റ്റാൻഡേർഡുകൾക്കും കീഴിലായിട്ട് വരുന്നതാണ് ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ്. ഒബ്ജക്റ്റീവ് ഇലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ ഒരു പെർഫോമൻസ് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മെഷർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം കമ്പോണന്റുകളെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ചില മാനദണ്ഡങ്ങളാണ്. ഈ ഓരോ സ്റ്റാൻഡേർഡിന്റെ കീഴിലായിട്ട് വരുന്നതാണ് ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ഇലമെന്റ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? അത് ആ പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, മെഷർ ചെയ്യാൻ, അസസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? മെഷറബിൾ ആയിട്ടുള്ള, വെരിഫയബിൾ ആയിട്ടുള്ള ആ ഒരു കമ്പോണന്റുകളെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? സ്റ്റാൻഡേർഡ് എന്താണെന്നും ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ ആണോ? ശരി, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്, നമ്മൾ പറഞ്ഞല്ലോ 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ഉണ്ട്. ഈ 651 ഒബ്ജക്റ്റീവ് ഇലമെന്റുകളെ നമ്മൾ 4 കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, 651 ഒബ്ജക്റ്റീവ് ഇലമെന്റുകളെ നമ്മൾ പ്രധാനമായിട്ടും 4 കാറ്റഗറിയിലായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് അറിയോ 4 കാറ്റഗറി? ഫസ്റ്റ് വൺ കോർ കാറ്റഗറിയാണ് കേട്ടോ. ഒന്നാമത്തെ എന്താണ്? കോർ കാറ്റഗറി. രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് കാറ്റഗറി. ഓക്കെ, ദെൻ മൂന്നാമത്തത് അച്ചീവ്മെന്റ് കാറ്റഗറി. നാലാമത്തത് എക്സലൻസ് കാറ്റഗറി. ക്ലിയർ ആയോ? 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ് ഉണ്ട്. അതിനെ നമ്മൾ 4 കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തത് കോർ കാറ്റഗറി, രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് കാറ്റഗറി, ആൻഡ് തേർഡ് വൺ അച്ചീവ്മെന്റ് കാറ്റഗറി, ഫോർത്ത് വൺ എക്സലൻസ് കാറ്റഗറി.
ഇനി എത്ര എണ്ണാണ് ഓരോ കാറ്റഗറിയിലും എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളാണ് ഉള്ളതെന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 1 or 2 are in core category which are necessarily judged during the each assessment. കേട്ടോ 651 102 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. കോർ കാറ്റഗറി എന്ന് പറഞ്ഞാല് വിച്ച് ആർ നെസസറി ജഡ്ജ്ഡ് ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ്. നമ്മള് അക്രഡിറ്റേഷൻ ആയിട്ടുള്ള മൂല്യനിർണ്ണയം, അതായത് അക്രഡിറ്റേഷന്റെ ഓരോ മൂല്യനിർണ്ണയ ഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ മൂല്യനിർണ്ണയ ഘട്ടത്തിലും വിലയിരുത്തപ്പെടേണ്ട 102 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അക്രഡിറ്റേഷന്റെ പ്രോസസ് ആണല്ലോ ഇത്. അപ്പൊ ആ അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ ഓരോ മൂല്യനിർണ്ണയ ഘട്ടത്തിലും വിലയിരുത്തേണ്ട 102 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത് കേട്ടോ. കോർ കാറ്റഗറി. ദെൻ അടുത്തത് 459 are in commitment category which will be judged during the final assessment. കേട്ടോ അടുത്തത് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതിനകത്താ? കമ്മിറ്റ്മെന്റ് കാറ്റഗറിക്കകത്ത് 459 എന്നാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാല് നമ്മള് അക്രഡിറ്റേഷന്റെ അന്തിമ മൂല്യനിർണ്ണയ സമയത്ത്, ഫൈനൽ അസസ്മെന്റ് ആണ് കേട്ടോ, അന്തിമ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തപ്പെടേണ്ട 459 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത് കേട്ടോ. കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. 459 ആണ് കേട്ടോ വരുന്നത്. അത് ഏത് സമയത്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ഫൈനൽ അസസ്മെന്റ് ആണ് കേട്ടോ. അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ അന്തിമ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തപ്പെടേണ്ട 459 ഉൾപ്പെടുത്തിയതാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി. ഓക്കെ, അടുത്ത നോക്കിയേ 60 are in achievement category which will be estimated during surveillance assessment ആണ് കേട്ടോ. എന്താണ്? 60 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. അച്ചീവ്മെന്റ് കാറ്റഗറി എപ്പോഴാണ്? which will be estimated during the surveillance assessment. അല്ലെ, സർവൈലൻസ് ക്യാമറാസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ, നിരീക്ഷണ മൂല്യനിർണ്ണയ സമയത്ത് അല്ലെ. എന്ന് പറഞ്ഞാല് അക്രഡിറ്റേഷനിൽ ഓരോ ഘട്ടത്തിലും ഫൈനൽ അസസ്മെന്റ് സമയത്തല്ല, അക്രഡിറ്റേഷൻ പ്രോസസ് എപ്പോ തുടങ്ങുന്നോ അപ്പൊ തൊട്ട് മുഴുവൻ അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് വിലയിരുത്തപ്പെടേണ്ട 60 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, 60 ആണ് കേട്ടോ. ലാസ്റ്റ് വരുന്നത് എന്താണ്? 30 ആറിന്റെ എക്സലൻസ് കാറ്റഗറി ആണ് which will be assessed during the re-accreditation കേട്ടോ. പിന്നെ അവസാനം വരുന്നത് 30 എണ്ണമാണ്. അത് വന്നിട്ട് എക്സലൻസ് കാറ്റഗറി. എക്സലൻസ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് which will be assessed during re-accreditation കേട്ടോ. re-accreditation സമയത്ത് എന്ന് പറഞ്ഞാല് പുനർമൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തപ്പെടേണ്ട 30 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. ക്ലിയർ ആയാലും നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 651 കിട്ടും കേട്ടോ. അപ്പൊ 651 ഒന്ന് ഓർക്കുക നിങ്ങള് 1 or 2 in കോർ കാറ്റഗറി. കോർ കാറ്റഗറി എന്ന് പറയുമ്പോൾ അത് അസസ് ചെയ്യുന്നത് എന്താണ്? ഈച്ച് അസസ്മെന്റ് ആണ് കേട്ടോ. ഓരോ ഘട്ടത്തിലും മൂല്യനിർണ്ണയത്തിന്റെ ഓരോ ഘട്ടത്തിലും വിലയിരുത്തുന്നതാണ്. 459 എണ്ണം കമ്മിറ്റ്മെന്റ് കാറ്റഗറിക്കകത്താണ്. അത് വന്നിട്ട് ഫൈനൽ അസസ്മെന്റ് സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് വിലയിരുത്തുന്നത്. ദെൻ വരുന്നത് 60 എണ്ണം. അത് വന്നിട്ട് അച്ചീവ്മെന്റ് കാറ്റഗറിയാണ്. അത് സർവൈലൻസ് അസസ്മെന്റ് ആണ്. നമ്മൾ അക്രഡിറ്റേഷൻ പ്രോസസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നോ അപ്പൊ തൊട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്തു പോകേണ്ട വിലയിരുത്തപ്പെടേണ്ട 60 ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ അച്ചീവ്മെന്റ് കാറ്റഗറി. 30 എന്ന് പറയുന്നത് എക്സലൻസ് കാറ്റഗറി ആണ്. അത് റീ അക്രഡിറ്റേഷൻ സമയത്ത്, പുനർമൂല്യനിർണ്ണയ സമയത്ത്, ഓക്കെ, അത് ആ സമയത്ത് വിലയിരുത്തപ്പെടേണ്ടതാണ് കേട്ടോ. അത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. വേറെ അതിനകത്ത് വേറെ എക്സ്പ്ലനേഷൻസ് ഒന്നും അതിനകത്ത് തരാനില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി വെച്ചാൽ. ഇനി നോക്കിയേ NABH സ്റ്റാൻഡേർഡ്സുകൾ നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ 100 സ്റ്റാൻഡേർഡുകളുണ്ട്. 100 സ്റ്റാൻഡേർഡ് എന്ന് നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ കുറച്ച് സ്റ്റാൻഡേർഡുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ നോക്കി വെക്കുക. അത് നോക്കി വെക്കാന്ന് വെച്ചാൽ അതിന് വേറെ അതിന്റെ എക്സ്പാൻഷൻ ആണ് സാധാരണ ചോദിച്ചു കണ്ടേക്കുന്നത് കേട്ടോ. എക്സ്പാൻഷൻ ഫോം ആണ് ചോദിച്ചു കണ്ടേക്കുന്നത്. അപ്പൊ അത് ഒന്ന് പഠിച്ചാൽ മതി. നോക്കാം കേട്ടോ. NABH സ്റ്റാൻഡേർഡ് 2 എണ്ണമാണ് അവിടെ കൊടുത്തേക്കുന്നത്. 100 സ്റ്റാൻഡേർഡ് ഉണ്ട്, വളരെ കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് പേരിൽ തന്നെ മനസ്സിലാവും അല്ലെ. രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് അല്ലെ. രോഗിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡുകൾ. ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ഒന്നാമത്തെ എന്താണ്?
ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അഥവാ AAC കേട്ടോ. AACയുടെ ഫുൾ ഫോം നിങ്ങൾ അറിയണം കേട്ടോ. എന്താണ്? ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ. അതായത് എല്ലാ പേഷ്യൻസിനും എന്ത് ചെയ്യാൻ പറ്റണം? നല്ലൊരു ഹെൽത്ത് കെയർ ആക്സസ് ചെയ്യാൻ പറ്റണം, അവർക്കത് ലഭ്യമായിരിക്കണം അല്ലെ. നിങ്ങൾ ക്വാളിറ്റി മാനേജ്മെന്റിൽ പഠിക്കുന്നില്ലേ, കമ്പോണന്റ് ആക്സസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നില്ലേ? അത് തന്നെ. അതായത് പേഷ്യൻസിന് എന്ത് വേണം? എല്ലാവർക്കും ആരോഗ്യ പരിചരണം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം. ആ ആക്സസ് ആണ് കേട്ടോ. ദെൻ അസസ്മെന്റ്, ഓക്കെ, അവരുടെ പരിചരണം കൃത്യമായിട്ട് അവിടെ വിലയിരുത്തപ്പെടണം. ദെൻ കണ്ടിന്യൂറ്റി, അതും ഒരു കമ്പോണന്റ് ആണ്, നിങ്ങൾ പഠിക്കുന്നുണ്ട്. കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ, തുടർച്ചയായിട്ടുള്ള ഒരു പരിചരണം ആർക്ക് കിട്ടണം? പേഷ്യൻസിന് കിട്ടണം അല്ലെ. അപ്പൊ അതവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആർക്കാ? പേഷ്യൻസിനാണ്. സോ ഇറ്റ് ഇസ് എ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് കേട്ടോ. AAC ആണ് കേട്ടോ. ആക്സസ്, അസസ്മെന്റ് ആൻഡ് എന്താ പറയാ, കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ഓക്കെ, പഠിച്ചു. ദെൻ അടുത്തത് COP കേട്ടോ. COP എന്താണ്? കെയർ ഓഫ് പേഷ്യന്റ് കേട്ടോ. പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ടത്. MOM, ഓക്കെ, MOM എന്താ? മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ ആണ് കേട്ടോ. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. നമ്മൾ പേഷ്യൻസിനാണല്ലോ മെഡിസിൻസ് കൊടുക്കുന്നത്, അപ്പൊ അതിന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. MOM-ന്റെ ഒക്കെ എക്സ്പാൻഷൻ ആണ് നിങ്ങളോട് ചോദിക്കുക കേട്ടോ. അപ്പൊ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. നെക്സ്റ്റ് വരുന്നത് PRE, എന്താണ്? പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെ. രോഗികളുടെ ആ ഒരു അവകാശങ്ങള്, അവർക്ക് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുന്ന കൗൺസിലിംഗ് അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തത് HIC എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ്. ഇതൊക്കെയാണ് AAC, COP, MOM, PRE, HIC. ഇതൊക്കെ ഫുൾ ഫോം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അഥവാ PSQ. ഓക്കെ, PSQ കേട്ടോ. എന്താണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ദെൻ അടുത്തത് എന്താണ്? ROM എന്താണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. ഇതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് കേട്ടോ. മറ്റേ റോം അല്ല കേട്ടോ, കമ്പ്യൂട്ടറിലെ റോം ആണെന്ന് ഇത് വെക്കരുത്, അത് ഓപ്ഷനിൽ ഉണ്ടാവും. ഇതെന്താണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് കേട്ടോ. ദെൻ അടുത്തത് FMS കേട്ടോ. എന്താണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി കേട്ടോ. എന്താണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് അല്ലെ. നമ്മൾ പേഷ്യൻസിന് ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഒരുപാട് ഫെസിലിറ്റികൾ ഉണ്ട്, ഒത്തിരിയേറെ ഫിസിക്കൽ ഫെസിലിറ്റീസുകൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ മാനേജ്മെന്റും അതിന്റെ സേഫ്റ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ആണ് FMS, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ദെൻ വരുന്നത് HRM, എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പിന്നെ IMS എന്താണ്? ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. എന്താണ്? ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അതായത് LIS അല്ലെ, ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട്. ജസ്റ്റ് അതിന്റെ എക്സ്പാൻഷൻ ഒക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. 100 ഉണ്ട് സ്റ്റാൻഡേർഡ്, നമുക്ക് ഇത്രയും നോക്കാനുള്ളൂ കേട്ടോ. ഈ സെയിം തന്നെ ഇവിടെ വരുന്നുണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് ഇത് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ. അടുത്തത് NABH ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ് ആണ് കേട്ടോ. NABH ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാല് ഒരു NABHന്റെ അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു NABHന്റെ സ്റ്റാൻഡേർഡുകൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. അതിനകത്ത് നമുക്കൊരു 10 പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. അതിൽ ഓരോ പോയിന്റിന്റെ കീഴിൽ കുറെ പഠിക്കാനുണ്ട്. 10 പോയിന്റ് ആണ് ടോട്ടൽ അതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ റിക്വയർമെന്റ് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, NABHന്റെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കേണ്ട ഡോക്യുമെന്റ്സുകൾ, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരിക്കേണ്ട റിക്വയർമെന്റ്സുകൾ എന്തൊക്കെയാണെന്നാണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ മാനുവൽ ആണ് കേട്ടോ. മാനുവലിൽ പറയുന്നത് എന്തൊക്കെയാണ്? ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. These 3 manuals must be assessed and revised every year. അതാണ് ഒന്നാമത്തെ റിക്വയർമെന്റ് ആയിട്ട് പറയുന്നത്. മാനുവൽസ് എന്തുമായിട്ട് ബന്ധപ്പെട്ട മാനുവലുകളാണ്? 3 കാര്യങ്ങളാണ്. ഒന്ന് ക്വാളിറ്റി, ഗുണമേന്മ. രണ്ടാമത്തത് സേഫ്റ്റി, പേഷ്യന്റിന്റെ സുരക്ഷിതത്വം. മറ്റൊന്ന് എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ.
അപ്പൊ ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ, ഈ 3 മാനുവലുകളും നിർബന്ധമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഇനി ഉണ്ടായാൽ മാത്രം പോരാ, ദാറ്റ് ഷുഡ് ബി അസസ്ഡ് ആൻഡ് റിവൈസ്ഡ് എവരി ഇയർ കേട്ടോ. എല്ലാ വർഷവും അത് കൃത്യമായിട്ട് വിലയിരുത്താൻ വേണം. എവരി ഇയർ അത് റിവൈസ് ചെയ്യാൻ വേണം കേട്ടോ, പരിഷ്കരിക്കാൻ വേണം. അതാണ് ഒന്നാമത്തെ റിക്വയർമെന്റ്. ഒന്നാമത്തെ എന്താണ്? മാനുവൽസ് ആണ് വേണ്ടത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട മാനുവലുണ്ട്. എല്ലാ വർഷവും അവിടെ വിലയിരുത്തൽ അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്തിരിക്കണം കേട്ടോ. അതാണ് ഫസ്റ്റ് റിക്വയർമെന്റ്. രണ്ടാമത്തെ പറയുന്നത് കമ്മിറ്റീസ് ആണ്. അതായത് തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും വേണ്ട കുറച്ച് കമ്മിറ്റികൾ ഉണ്ട് കേട്ടോ. അത് ഒരു 8 എണ്ണമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ചപ്പോ അതിൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയെ പറ്റി പറഞ്ഞില്ലേ നിങ്ങള്? അതെ അതാണ് കേട്ടോ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി. അത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചില്ലേ, ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി. പിന്നെ എന്താണ്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നിങ്ങൾ ഫാർമസിയിൽ പഠിച്ചിട്ടുണ്ട്, ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി പഠിച്ചിട്ടില്ലേ? അങ്ങനെ ഒരു കമ്മിറ്റി വേണം കേട്ടോ, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. പിന്നെ കോഡ് ബ്ലൂ കമ്മിറ്റി. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ വളരെ എമർജൻസി സിറ്റുവേഷനിൽ അതിന് സഫീർ കറക്റ്റ് ആണ്. എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ഇമീഡിയറ്റ് അറ്റൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ് അല്ലെ. പ്രത്യേകിച്ച് കാർഡിയാക് അറസ്റ്റ് ആയിട്ടോ റെസ്പിറേറ്ററി അറസ്റ്റ് ആയിട്ടോ ഒക്കെ പേഷ്യൻസ് വരുവാണെങ്കിൽ കോഡ് ബ്ലൂ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് തന്നെ അവർക്ക് എന്ത് കൊടുത്തിരിക്കണം? റെസ്പോൺസ് കൊടുത്തിരിക്കണം കേട്ടോ. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റി. ഓക്കെ, അതാണ് കോഡ് ബ്ലൂ കമ്മിറ്റി. ദെൻ വരുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റിയാണ്. ബ്ലഡ് ബാങ്കില് ട്രാൻസ്ഫ്യൂഷൻ എന്താണ്? അതായത് ഒരു ഡോണറിൽ നിന്ന് ഒരു റെസിപ്പിയന്റിലോട്ട് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ചാണ് ചെയ്യുന്നത് അല്ലെ. കൃത്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകൾ, RH ടൈപ്പിംഗ് ടെസ്റ്റുകൾ, ഇൻഫെക്ഷൻ ടെസ്റ്റുകൾ, അതൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷന് വിധേയമാക്കുന്നത്. അത് വളരെ പ്രോപ്പർ ചാനലിലൂടെ വേണം നടക്കാനായിട്ട്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സിന്റെ റിവ്യൂ കമ്മിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡിലിംഗ് കമ്മിറ്റി. ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡിലിംഗ് കമ്മിറ്റി. ഗ്രീവൻസ് മീൻസ് പരാതികളാണ് കേട്ടോ. അതെ, പരാതി പരിഹാര സംവിധാനങ്ങള്. ഇപ്പൊ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ വരികയും അതിന് കൃത്യമായുള്ള പരിഹാരം കാണാൻ അച്ചടക്ക നടപടികളും മറ്റും സ്വീകരിക്കുന്നതിനായിട്ടുള്ള കമ്മിറ്റി ഉണ്ടായിരിക്കണം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ, ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡിലിംഗ് കമ്മിറ്റി. ദെൻ ലാസ്റ്റ് വൺ വരുന്നത് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റിയാണ് കേട്ടോ. ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി എന്ന് വെച്ചാൽ ദ കമ്മിറ്റി ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്തിൻ ദാറ്റ് ഓർഗനൈസേഷൻ കേട്ടോ. ആ ഓർഗനൈസേഷന്റെ അകത്ത് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അവിടെ വരുന്ന പ്രശ്നങ്ങൾ, ഇന്റേണൽ പ്രശ്നങ്ങൾ. ഇപ്പൊ വല്ല സെക്ഷൽ ഹരാസ്മെന്റോ അല്ലെങ്കിൽ ഇപ്പൊ വർക്ക് പ്ലേസ് മിസ്കണ്ടക്റ്റോ അങ്ങനെയൊക്കെ വരില്ലേ, വർക്ക് സംബന്ധമായിട്ട് തൊഴിൽ സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരിക, അങ്ങനെയുള്ളതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റി അവിടെ ഉണ്ടായിരിക്കണം. 8 കമ്മിറ്റികൾ നിർബന്ധമായിട്ടും വേണം കേട്ടോ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ഓക്കെ, ദെൻ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, പിന്നെ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, കോഡ് ബ്ലൂ കമ്മിറ്റി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി, മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി, ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി കേട്ടോ. എന്ന് പറഞ്ഞാല് പരാതികളൊക്കെ വരില്ലേ, ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് എന്തെങ്കിലും പരാതികളൊക്കെ വരുമ്പോ അതിന് പരിഹാരം കാണാനും അച്ചടക്ക നടപടികളും മറ്റും സ്വീകരിക്കുന്നതിനായിട്ടുള്ള കമ്മിറ്റി. ഇതാണ് ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി. ലാസ്റ്റ് പറഞ്ഞത് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. ഇന്റേണൽ കംപ്ലൈന്റ്സ് എന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ നടക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല. അത് ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞാണ് കേട്ടോ. സെക്ഷൽ ഹരാസ്മെന്റ്സുകള്, വർക്ക് പ്ലേസിൽ നടക്കുന്ന ചില മിസ്കണ്ടക്ട്, മിസ്ബിഹേവിയർ, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ഇന്റേണൽ കംപ്ലൈന്റ്സുകളൊക്കെ എന്താ പറയുക പരിഹരിക്കുന്നതിനായിട്ടുള്ള കമ്മിറ്റി ഉണ്ടായിരിക്കും. ഈ പറയുന്ന കമ്മിറ്റികൾ നിർബന്ധമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം കേട്ടോ. കോഡ് ബ്ലൂ കമ്മിറ്റി എന്ന് പറഞ്ഞാല് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എമർജൻസി സിറ്റുവേഷൻസിൽ പേഷ്യൻസിനെ കൊണ്ടുവരില്ലേ, പ്രത്യേകിച്ച് കാർഡിയാക് അറസ്റ്റ് ആയിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റെസ്പിറേറ്ററി ഫെയിലിയർ ആയിട്ട് ശ്വാസതടസ്സം വന്ന് അങ്ങനെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ കൊടുക്കുക, പെട്ടെന്ന് തന്നെ അവർ എന്ത് ചെയ്യണം, ആ ഒരു ചികിത്സ കൊടുക്കുന്നതിനായിട്ട് അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് കേട്ടോ കോഡ് ബ്ലൂ കമ്മിറ്റി. കോഡ് ബ്ലൂ എന്ന് കേട്ടാൽ അതൊരു അലർട്ടാണ് ശരിക്കും.
കോഡ് ബ്ലൂ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസിയിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഇമീഡിയറ്റ് അറ്റൻഷൻ കൊടുക്കണം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കമ്മിറ്റികൾ നിർബന്ധമായിട്ട് അവിടെ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ മാനുവലുകൾ പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞ കമ്മിറ്റി വേണം. ഇനി അടുത്തതാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഭാഗം ഏതാണെന്ന് അറിയാമോ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അതൊരു 32 എണ്ണം നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. 32 എണ്ണം പഠിക്കാനുണ്ട്. ഏതാണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കേട്ടോ. അത് പറയുന്നത് 32 മാൻഡേറ്റഡ് ബൈ NABH കേട്ടോ. NABH നിർബന്ധമാക്കിയിട്ടുള്ള ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകളാണ് പ്രധാനമായിട്ടുള്ളത്. ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ആ ഒരു പെർഫോമൻസ് അല്ലെ, അത് കൃത്യമായിട്ട് നമുക്ക് അസസ് ചെയ്യാനും മെഷർ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സൂചകങ്ങളാണ്. അതിനെയാണ് നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ഇൻഡിക്കേറ്റേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞത്? ആ ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും അസസ് ചെയ്യാനും മെഷർ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം എന്താ പറയാ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ, സൂചകങ്ങളാണ്. അതാണ് അവിടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് വേറൊരു പേരും കൂടെ പറയും, എന്താ അറിയോ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഈസ് ആൾസോ നോൺ ആസ് എന്തും കൂടെ അറിയുന്നത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്നും കൂടെ തന്നെ പറയും. അതൊരു 32 എണ്ണം നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട് കേട്ടോ. ഈ 32 എണ്ണം NABH മാൻഡേറ്ററി ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സുകളാണ്. ഇത് ഇവിടെ പഠിക്കും. മാനേജ്മെന്റിൽ നിങ്ങൾ ഇതിന്റെ ഫോർമുല പഠിക്കും. ഈ 32 എണ്ണത്തിന്റെ ഫോർമുല നിങ്ങൾക്ക് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പരിചയപ്പെട്ടു പോവാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ പഠിക്കുന്ന സൗകര്യം ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ എത്തിയോ? നിങ്ങളുടെ ആ ഭാഗത്തേക്ക് എത്തിയോ? ഫോർമുല എത്തിയായിരുന്നോ? ഫോർമുല എത്തിയോ? അത് ഇല്ല അല്ലെ, എത്തിയിട്ടില്ല അല്ലെ, തുടങ്ങിയിട്ടുള്ളൂ തോന്നുന്നു അല്ലെ. ഓക്കെ, അവിടേക്ക് വരുമ്പോ ഇതേ സെയിം കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. എന്താണ്? ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. ഇൻഡോർ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപേഷ്യൻസ് തന്നെയാണ് കേട്ടോ, അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് ആണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുത്ത സമയം, അതൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. എന്താണ്? ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ദ ഇൻഡോർ പേഷ്യൻസ് എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുക്കുന്ന സമയം, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗി വരുന്നു, അയാളോട് ഡോക്ടർ അഡ്മിറ്റ് ആവാൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹം ഒന്നിലേക്ക് ആ ഒരു വാർഡിലെ ബെഡിൽ എത്തുന്ന സമയം തൊട്ട് എത്തിക്കഴിഞ്ഞിട്ട് ഡോക്ടർ വരുന്നു, അദ്ദേഹത്തിന്റെ ആ ഒരു ഇനീഷ്യൽ അസസ്മെന്റുകളൊക്കെ നടത്തുന്നു. ഓക്കെ, ആ ഒരു ഇനീഷ്യൽ അസസ്മെന്റ് പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ഒരു 10 മണിക്ക് ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി വാർഡിലെ ബെഡിൽ എത്താണ്. അപ്പൊ ഡോക്ടർ വരുന്നു, ഒരു അരമണിക്കൂർ കൊണ്ട് അവരുടെ ഒരു ഇനീഷ്യൽ അസസ്മെന്റുകളൊക്കെ ഡോക്ടർ നടത്തുകയാണ്. അപ്പൊ ആ അരമണിക്കൂർ 30 മിനിറ്റ് ആണ് അവിടെ ഇനീഷ്യൽ അസസ്മെന്റിനായിട്ട് ഡോക്ടർ എടുത്തിട്ടുള്ള സമയം എന്നാണ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അവിടെ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പേഷ്യൻസിന് പ്രാഥമിക വിലയിരുത്തലിനെടുത്ത സമയം അത് അധികം കൂടാൻ പാടില്ല. നമ്മൾ ആവറേജ് ടൈം ആണ് എടുക്കുക. ഒരു പേഷ്യന്റിൽ തന്നെ അങ്ങനെ പൊതുവെ അവിടെ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിന് ഏകദേശം എത്ര സമയം എടുക്കുന്നുണ്ട്, അതിന്റെ ഒരു ആവറേജ് ആണ് നമ്മൾ കണക്കാക്കുക. അപ്പൊ അധികം സമയം എടുക്കരുത് എന്നുള്ളതാണ് അതിന്റെ ഒരു ക്വാളിറ്റി അല്ലെ. അത് ഒരുപാട് ടൈം എടുത്തിട്ടല്ല അസസ്മെന്റ് നടത്തേണ്ടത്, പെട്ടെന്ന് തന്നെ ഇനീഷ്യൽ അസസ്മെന്റ് നടത്തണം എന്നുള്ളതാണ് അതിന്റെ ക്വാളിറ്റീനെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ദ ഇൻഡോർ പേഷ്യൻസ്. ക്ലിയർ? രണ്ടാമത്തത് എന്താണെന്നറിയോ? ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ് ആണ് കേട്ടോ. ഡിസ്ചാർജിന് എടുക്കുന്ന സമയമാണ് ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് എടുക്കുന്ന സമയം. ഡിസ്ചാർജിന് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതായത് നമ്മുടെ രോഗി അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യന്റിന് ഒരു ഡിസ്ചാർജ്, ഒരു ഫോർമൽ ഡിസ്ചാർജ് അപ്രൂവല് ഒരു ഡോക്ടർ കൊടുക്കുന്ന സമയം തൊട്ട് ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വിടുന്നത് വരെയുള്ള ഒരു സമയം.
ഓക്കെ, അങ്ങനെയാണ് കേട്ടോ ഡിസ്ചാർജിന് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് എന്ന് അഡ്മിറ്റ് ആയിട്ട് ഡിസ്ചാർജിന് എടുക്കുന്ന അങ്ങനെയല്ല എടുക്കുന്നത്. നമ്മൾ ആ ഒരു പേഷ്യന്റിന് ഒരു ഫോർമൽ ഡിസ്ചാർജ് അപ്രൂവൽ കൊടുക്കും. ഡിസ്ചാർജ് ചെയ്യാം എന്നാ ഡിസ്ചാർജ് ചെയ്തോളൂ എന്ന് ഡോക്ടർ പറയും. ഒരു ഫോർമൽ അപ്രൂവൽ കൊടുക്കും. ആ അപ്രൂവൽ കൊടുക്കുന്ന സമയം തൊട്ട് ആ ഒരു രോഗി ഡിസ്ചാർജ് ചെയ്ത് ആ ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് വിടുന്നത് വരെയുള്ള ഒരു സമയമുണ്ടല്ലോ, അതാണ് അവിടെ എടുക്കുന്നത് കേട്ടോ. അതാണ് ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ് പറയുന്നത്. അല്ലാണ്ട് എന്തല്ല അഡ്മിറ്റ് ആയ ഡേറ്റ് തൊട്ട് ഡിസ്ചാർജിന് എടുക്കുന്ന സമയമല്ല എടുക്കുന്നത്. ഒരു ഡോക്ടർ ഡിസ്ചാർജിന് ഫോർമൽ അപ്രൂവൽ എപ്പോ കൊടുക്കുന്നോ ആ സമയം തൊട്ട് ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വിടുന്നത് വരെയുള്ള ഒരു ടൈം, അതാണ് അവിടെ എടുക്കുന്നത് കേട്ടോ, ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അവിടെ പഠിക്കും കേട്ടോ. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ. മൂന്നാമത്തെ കേട്ടോ, മൂന്നാമത്തേതാണ് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. എന്താണ് പറയുന്നത്? ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. അപ്പൊ എന്താണ് ഈ പ്രഷർ അൾസർ എന്ന് പറഞ്ഞാല്? എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രഷർ അൾസർ എന്ന് പറഞ്ഞാല് ബെഡ് സോർ എന്ന് പറയും കേട്ടോ. ബെഡ് സോർ എന്നാണ് പറയാ. അതായത് നമ്മൾ ഒരുപാട് നാളുകളോളം നമ്മളിങ്ങനെ ഹോസ്പിറ്റൽ ബെഡിൽ കഴിയുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ബെഡിൽ കഴിയുമ്പോൾ ആ ഒരു ബെഡില് നമ്മൾ കിടപ്പ് രോഗികൾക്ക് പ്രത്യേകിച്ച് അവർക്ക് കുറെ സമയം ബെഡിൽ ഇങ്ങനെ കിടക്കേണ്ടതായിട്ട് കുറെ നാളുകളോളം ഒക്കെ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അവരുടെ സ്കിന്നില് ഈ ബെഡിന്റെ പ്രഷർ അനുഭവപ്പെടും. അങ്ങനെ പ്രഷർ അനുഭവപ്പെടുമ്പോൾ അവിടേക്കുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും അവിടെ തൊലി പൊട്ടാനായിട്ട് തുടങ്ങും. എന്നുവെച്ചാൽ മുറിവ് സംഭവിക്കും. എന്തിനു പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വയസ്സായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ അധികം ഇല്ല, ഇപ്പൊ അധികം വാട്ടർ ബെഡും മറ്റുമൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അറിയാലോ, ഇങ്ങനെ കിടന്നു പോണ രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ മേലൊക്കെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും അല്ലെ, ഭയങ്കരമായിട്ട് പഴുപ്പ് വരാ, മുറിവ് വരിക, അതൊക്കെ ബെഡ് സോറാണ് ശരിക്കും. കാര്യം ആ ഒരു ബെഡുമായിട്ടുള്ള പ്രഷർ വരുമ്പോൾ ആ സർഫസ് ബെഡിന്റെ സർഫസുമായിട്ട് സ്കിന്നില് ആ ഒരു ടച്ച് വരുന്നത് മൂലം അവിടെ പ്രഷർ അനുഭവപ്പെടുകയും അവിടെ തൊലി പൊട്ടും, അവിടെ മുറിവ് ഉണ്ടാവും, പിന്നെ അത് പഴുക്കും, വ്രണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ പ്രഷർ അൾസർ അഥവാ ബെഡ് സോർ എന്ന് പറയുന്നത്. അപ്പൊ പൊതുവെ അഡ്മിറ്റഡ് ആവുന്ന പേഷ്യൻസിൽ അത് കുറെ നാളുകളോളം ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാം. അതൊരു നല്ല സൂചനയല്ല നൽകുന്നത് കേട്ടോ. ബെഡ് സോർ വരിക എന്ന് പറഞ്ഞാല് അതൊരു നല്ല ഇൻഡിക്കേറ്റർ അല്ല. കാരണം ബെഡ് സോർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? അത്ര സേഫ്റ്റി ഇല്ല, ക്വാളിറ്റി ഇല്ലാത്തൊരു പരിചരണമാണ് അവിടെ കൊടുക്കുന്നതെന്നാണ് അത് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. അഡ്മിഷൻ സമയത്ത് ഉണ്ടാകുന്ന അഡ്മിഷന് ശേഷം ഇത്തരത്തില് പ്രഷർ അൾസർ അല്ലെങ്കിൽ ബെഡ് സോർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ സംഭവങ്ങളുടെ എണ്ണം, അങ്ങനെ എത്ര കേസുകളിൽ ബെഡ് സോർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പ്രഷർ അൾസേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണമാണ് മറ്റൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് അവിടെ പറയുന്നത്. ഇത്രയും ഇൻഡിക്കേറ്റർ മനസ്സിലായോ നിങ്ങൾക്ക്? ഏതെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയണോ കേട്ടോ. ഓക്കെ ആണോ? ഒന്നാമത്തെ മനസ്സിലായില്ലേ? ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് കേട്ടോ. രണ്ടാമത്തെ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. മൂന്നാമത്തേത് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ ദ അഡ്മിഷൻ. ക്ലിയർ? നാലാമത്തെ കേട്ടോ, 32 എണ്ണം പഠിക്കാനുണ്ട്. അപ്പൊ ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാം കേട്ടോ. നാലാമത്തെ ഇതാണ് നമ്പർ ഓഫ് എന്താണ് ബെഡ് സോർ കേട്ടോ. ബെഡ് സോർ ബെഡിൽ ഇങ്ങനെ കിടക്കുന്നത് മൂലം ഉണ്ടാവുന്ന ആ ഒരു മുറിവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ബെഡ് സോർ. ഓക്കെ, ഇനി അടുത്തതാണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ കേട്ടോ. എന്താണ് പറയുന്നത്? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻസിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണമാണ് കേട്ടോ. 1000 ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. ലാബ് ടെസ്റ്റുകൾ വരുന്നുണ്ട്, റേഡിയോളജി ടെസ്റ്റുകൾ വരുന്നുണ്ട്, അതുകൂടാതെ ഫിസിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണമാണ് കേട്ടോ, വരുന്ന തെറ്റുകളുടെ എണ്ണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, 1000 എണ്ണത്തിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടുള്ളതിൽ എത്ര എണ്ണത്തിൽ എററുകൾ വന്നിട്ടുണ്ട്, അതിന്റെ ശതമാനം, അതും ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഇനി പറയുന്നത് അഞ്ചാമത്തെ കേട്ടോ, നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ് കേട്ടോ. മോക്ക് ഡ്രിൽസിൽ ഒബ്സർവ് ചെയ്യപ്പെടുന്ന വ്യതിയാനങ്ങളുടെ എണ്ണമാണ് കേട്ടോ. നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്.
മോക്ക് ഡ്രിൽസുകളില് എന്താണ് ഒബ്സർവ് ചെയ്യപ്പെടുന്ന വ്യതിയാനങ്ങളുടെ എണ്ണം. മോക്ക് ഡ്രിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു മോക്ക് ഡ്രിൽ ഒക്കെ കണ്ടതാണ് അല്ലെ. ഓക്കെ, ഒരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ് അല്ലെ. പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണെന്ന് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെ പറയുന്നത് മോക്ക് ഡ്രില്ലിൽ ഒബ്സർവ് ചെയ്യപ്പെട്ട വ്യതിയാനങ്ങളുടെ എണ്ണം. ഒരു എക്സാമ്പിൾ പറയാണ്. എക്സാമ്പിൾ ഞാൻ ഉണ്ടാക്കി പറയുന്നതാണ് കേട്ടോ, അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ ഒരു മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യാണ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു ഫയർ എമർജൻസി വന്നു, അല്ലെങ്കിൽ ഒരു മീൻസ് ഒരു ഗ്യാസ് ലീക്കേജ് ഒക്കെ വരികയെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ. ആ ഒരു സിറ്റുവേഷനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഒരു പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മോക്ക് ഡ്രിൽ അവിടെ കണ്ടക്ട് ചെയ്യാണ്. അപ്പോ നമ്മൾ ഈ മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ മോക്ക് ഡ്രിൽ പൊതുവെ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അതായത് വെറുതെ കണ്ടക്ട് ചെയ്യുന്ന അതിനൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഉണ്ട്, അത് പ്രകാരമാണ് നമ്മൾ മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അവര് കൊടുക്കുന്ന പ്രോട്ടോകോൾ ഇങ്ങനെയാണ്. അതായത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അലാറം അടിക്കുന്നു, അലാറമിൽ നിന്ന് സൗണ്ട് വരുന്നു. ഈ സൗണ്ട് കേട്ട ഉടനെ തന്നെ വിത്തിൻ 10 മിനിറ്റ്സിനുള്ളിൽ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്ത് എവിടെ എത്തണം, പുറത്തെത്തണം. ഇതാണ് ആ ഒരു മോക്ക് ഡ്രില്ലിന്റെ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ. അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്വിച്ച് ഓൺ ചെയ്യുന്നു, അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ അലാമിൽ നിന്ന് സൗണ്ട് വരികയും ആ സൗണ്ട് കേൾക്കുന്ന സമയം വിത്തിൻ 10 മിനിറ്റ്സ് 10 മിനിറ്റിനുള്ളിൽ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്ത് എവിടേക്ക് എത്തണം, ഈ ഒരു പുറത്തോട്ട് എത്തണം. ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ. എന്നിട്ട് ഈ ഒരു മോക്ക് ഡ്രിൽ അവിടെ കണ്ടക്ട് ചെയ്യാണെന്ന് ഇരിക്കട്ടെ. അപ്പോ സ്വിച്ച് ഓൺ ചെയ്തു. പക്ഷെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 2 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ് ഈ അലാം സൗണ്ട് വരുന്നത്. ഒരു വാരിയേഷൻ അവിടെ വന്നു അല്ലെ, ഒരു വാരിയേഷൻ വന്നു. സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളിന് ഒരു വാരിയേഷൻ അവിടെ വന്നില്ലേ. മറ്റേത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ സൗണ്ട് വരുന്നു പറഞ്ഞു, പക്ഷെ ഒരു 2 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ് അവിടെ സൗണ്ട് വന്നത്. അതുപോലെ അവർ പറഞ്ഞു 10 മിനിറ്റ് ഉള്ളിലാണ് ആളുകൾ പുറത്തോട്ട് എത്തുന്നത്. 10 മിനിറ്റിനുള്ളത് ഒരു 15 മിനിറ്റ്സ് എടുത്തോടെ എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ്സ് എക്സ്ട്രാ എടുത്തിട്ടാണ് ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്ത് എവിടെ എത്തുന്നത്, നമ്മുടെ ഔട്ട് സൈഡ് എത്തുന്നത്. അപ്പൊ നോക്കിയേ, സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളിൽ നിന്നും ചെറിയൊരു വാരിയേഷൻസ് അവിടെ വന്നില്ലേ. 2 മിനിറ്റ്സ് ലേറ്റ് ആയി സൗണ്ട് വരാൻ. പിന്നെ 10 മിനിറ്റ്സ് എന്നുള്ളത് ഒരു 5 മിനിറ്റ്സ് കൂടെ എക്സ്ട്രാ എടുത്തു. ഒരു 15 മിനിറ്റ്സ് കൊണ്ടാണ് ആളുകൾ അവിടെ പുറത്തോട്ട് എത്തിയത്. അപ്പൊ ആ ഒരു രീതിയിൽ മോക്ക് ഡ്രിൽ നടത്തിയപ്പോൾ അതിൽ ഒബ്സർവ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യതിയാനങ്ങളുടെ എണ്ണം ചിലപ്പോൾ ആ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ പ്രകാരം ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. അതിൽ ചില വാരിയേഷൻസ് നടക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്പർ എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. മോക്ക് ഡ്രിൽസിൽ ഒബ്സർവ് ചെയ്യപ്പെട്ട വ്യതിയാനങ്ങളുടെ എണ്ണം അതൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് വരുന്നത് ഇതാണ്. Percentage of adherence to the safety precautions by the staff working in the diagnostics. Adherence എന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. Percentage of adherence to the safety precautions by the staff working in diagnostics. Diagnostics വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരില് സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നവരുടെ ശതമാനം അല്ലെ. ഡയഗ്നോസ്റ്റിക്സ് വിഭാഗം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മുടെ ലബോറട്ടറി, റേഡിയോളജി, ഇതൊക്കെയാണ് നമ്മുടെ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗങ്ങൾ അല്ലെ. അപ്പൊ അത്തരം നമുക്കറിയാം, ലബോറട്ടറി സർവീസ് നിങ്ങൾ പഠിച്ചു, റേഡിയോളജി സർവീസ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. അവിടെ എടുക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് നിങ്ങൾ കണ്ടതാണ്. അപ്പൊ അത്തരത്തില് ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില് വർക്ക് ചെയ്യുന്ന ജീവനക്കാരില് സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായിട്ട് പാലിക്കുന്നവരുടെ ശതമാനം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ഓഫ് സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ ദ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ദ ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ ആണോ? മനസ്സിലാവുന്നില്ലേ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ, percentage of medication charts with the error prone abbreviations. കേട്ടോ, എന്താണ് percentage of medication charts with the error prone abbreviations. അതായത് error prone abbreviations ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എറർ പ്രോൺ എന്ന് വെച്ചാൽ എന്താണ്? തെറ്റ് വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മിസ് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്, നമ്മൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ട് മിസ് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധ്യതയുള്ള അബ്രീവിയേഷൻസുകൾ, ചുരുക്കെഴുത്തുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം
എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു മരുന്നിന്റെ ഡോസ് നമ്മൾ എഴുതാന്ന് വിചാരിക്കാം, മില്ലിഗ്രാം ആണെന്ന് വിചാരിക്കാം. മില്ലിഗ്രാം എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക? സ്മോൾ എമ്മും ജി ആണല്ലോ നമ്മൾ ഡിനോട്ട് ചെയ്യുക മില്ലിഗ്രാം. ഇതിനകത്ത് ഈ സ്മോൾ എം മാറി ക്യാപിറ്റൽ എം ആയിരിക്കട്ടെ, അപ്പൊ എന്തായി? അത് മെഗാഗ്രാം ആയി മാറി. ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലെ? ചെറിയൊരു എന്താ പറയാ ഒരു വാരിയേഷനെ വന്നിട്ടുള്ളൂ അല്ലെ? മില്ലിഗ്രാമില് സ്മോൾ എമ്മും സ്മോൾ ചെയ്യുകയാണെങ്കിൽ അത് മില്ലിഗ്രാം ആണ്. അപ്പൊ അത് മില്ലിഗ്രാം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ സ്മോൾ എം ഒന്ന് മാറി ജസ്റ്റ് ഒരു ക്യാപിറ്റൽ എം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അളവ് ഭയങ്കരമായിട്ട് മാറി, അത് മെഗാഗ്രാം ആയിട്ട് മാറി. അപ്പൊ അതൊക്കെ എറർ പ്രോൺ ആയിട്ടുള്ള അബ്രീവിയേഷൻ. ചിലപ്പോൾ നമ്മളത് വായിക്കുന്നത് ചിലപ്പോൾ നമ്മൾ മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് വായിക്കാം, നമുക്ക് ചിലപ്പോൾ എഴുതുന്നതിൽ വരുന്ന ഒരു കൺഫ്യൂഷൻ കൊണ്ടൊക്കെ നമുക്ക് തെറ്റ് സംഭവിക്കാം. അതുപോലെ തന്നെ ക്യൂഡി എന്ന് പറയുമ്പോൾ ഡെയിലി എന്നുള്ള അർത്ഥമാണ്. സ്മോൾ ക്യൂ സ്മോൾ ഡി ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് QI ഒരു ഐ കയറി വന്ന QID എന്ന് പറഞ്ഞ 4 times ഡെയിലി എന്നാണ് അർത്ഥം. അർത്ഥം വ്യത്യാസമുണ്ട്. ഡെയിലി എടുക്കേണ്ട മരുന്നും ദിവസം 4 പ്രാവശ്യം എടുക്കേണ്ട മരുന്ന് എന്ന് പറഞ്ഞാൽ രണ്ടാണ് അല്ലെ? അപ്പൊ അത്തരത്തില് എറർ പ്രോൺ അബ്രീവിയേഷൻ നമുക്കൊരു മിസ്ഇന്റർപ്രറ്റ് ചെയ്യാം, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇത്തരം ചുരുക്കെഴുത്തുകൾ ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം, അതും എന്താണ്? ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻ. എറർ വരും എന്നല്ല പറയുന്ന, എറർ വരാൻ സാധ്യതയുള്ള, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അബ്രീവിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം, അതൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇതാണ്, പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ്. എന്താണ് പറയുന്നത്? പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ്, അതായത് പ്രതികൂലമായിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഇൻപേഷ്യൻസുകളുടെ ശതമാനം. എന്താണ്? പ്രതികൂലമായിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന എന്താണ്? ഇൻപേഷ്യൻസുകളുടെ ശതമാനം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ്. അപ്പോ അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഡോസിൽ തന്നെ മരുന്ന് എടുക്കുന്ന ആൾക്കാരാണ് അത്. മനസ്സിലായി? നമുക്ക് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ സാധാരണ ഡോസിൽ കഴിക്കുന്ന മരുന്ന് നമ്മൾ അമിതമായിട്ടുള്ള ഡോസിൽ കഴിച്ച് വേറെ റിയാക്ഷൻ വരും. ഓക്കെ അല്ലെ? റിയാക്ഷൻ വരും. ഇപ്പൊ ഒരു നേരം കഴിക്കേണ്ട മരുന്ന് ചിലപ്പോ 4 or 5 പ്രാവശ്യമൊക്കെ അറിയാതൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഡ്രഗ് റിയാക്ഷൻ വരും. അങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോർമൽ ഡോസില് ശരിയായ അളവില് ശരിയായ സമയത്ത് മരുന്നുകൾ എടുക്കുന്ന ആൾക്കാരാണ്, പക്ഷെ എങ്കിലും അവർക്ക് ചില ഡ്രഗ് റിയാക്ഷൻസ് വരികയാണ്. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ. അല്ലാണ്ട് തെറ്റായിട്ട് കഴിച്ചത് മൂലം ഉണ്ടാകുന്ന ഡ്രഗ് റിയാക്ഷൻ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നോർമൽ ഡോസിൽ ശരിയായ സമയത്ത് ശരിയായ അളവിൽ മരുന്നെടുക്കുന്ന പേഷ്യൻസ് ആണ്, പക്ഷെ എങ്കിലും അവരിൽ എന്താണ്? അൺഫേവറബിൾ ആയിട്ട് പ്രതികൂലമായിട്ട് എന്തെങ്കിലും ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാവുകയാണ്. ഉണ്ടാവാം അല്ലെ? എന്തെങ്കിലും അലർജിക്ക് എന്ന് വെച്ചാൽ ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അത് മൈൽഡ് ആയിട്ടുള്ള സംഭവങ്ങൾ തൊട്ട് വളരെ ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് വരെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തില് പ്രതികൂലമായിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഇൻപേഷ്യൻസുകളുടെ, അങ്ങനെയുള്ള ഇൻപേഷ്യൻസുകളുടെ ശതമാനം, അതും ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ് കേട്ടോ. ഇത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. നമ്മൾ നോർമൽ ഡോസിൽ തന്നെയാണ് മരുന്ന് കഴിക്കുന്നത്, പക്ഷെ അതുമൂലം അങ്ങനെ കഴിച്ചിട്ട് പോലും അൺഫേവറബിൾ ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ്. അത് തന്നെ സഫീറ, അത് തന്നെ ഉദ്ദേശിക്കുന്നത്. ചില ഡ്രഗ് ചില പേഷ്യൻസിന് എന്തുണ്ടാക്കും? അലർജി ഉണ്ടാക്കും. പക്ഷെ അത് ഡോസ് കൂടിയിട്ടോ അതൊന്നും അല്ല, നോർമലി കഴിച്ചിട്ട് തന്നെ അവർക്ക് ഡ്രഗ് റിയാക്ഷൻസ് വരികയാണ് കേട്ടോ. അങ്ങനെയുള്ള ഇൻപേഷ്യൻസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് നോക്കി, അടുത്ത ഇൻഡിക്കേറ്റർ എന്താണ്? പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ, അറിയാമല്ലോ. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT ട്ടോ. അതായത് അൺപ്ലാൻഡ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് തിരിച്ചു പോകേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. എന്തൊക്കെയാ നോക്കുന്നത് അല്ലെ അവര്? അതായത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് അൺപ്ലാൻഡ് ആയിട്ട് തിരിച്ചു പോകേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് സർജറി കഴിഞ്ഞു അല്ലെ? ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഇനീഷ്യൽ സർജറി ഒക്കെ കഴിഞ്ഞു, അൺപ്ലാൻഡ് ആയിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചിലപ്പോൾ ആദ്യം ചെയ്ത സർജറിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരികയോ മറ്റെന്തെങ്കിലും പാകപ്പിഴകൾ വന്നത് മൂലം രണ്ടാമത് ഇമീഡിയറ്റ് ആയിട്ട് ഒരു സർജറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രോഗിക്ക് തിരിച്ചു വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ ശതമാനം. അതൊന്നും നല്ല സൂചനയല്ല തരുന്നത് അല്ലെ? അല്ലെ? പിന്നെ പ്രത്യേകം നിങ്ങളൊരു കാര്യം കൂടെ ഓർക്കുക കേട്ടോ. അതായത് നമ്മളിപ്പോ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമല്ലോ രോഗി. അങ്ങനെ അഡ്മിറ്റ് ആയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് എടുത്ത് വീട്ടിൽ പോയിട്ട്
വീണ്ടും പറയുന്ന കേസല്ല ഉദ്ദേശിക്കുന്നത്, അങ്ങനെയല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയി, ഓക്കെ, ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വീണ്ടും ഒരു റീ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് വീട്ടിൽ പോയി ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും റിട്ടേൺ ചെയ്യണം അങ്ങനെയല്ല ഇവിടെ എടുക്കുന്നത്. ഇവിടെ എടുക്കുന്നത് ആ ഒരു ഒറ്റ വരവിൽ തന്നെ, ദാറ്റ് മീൻസ് അഡ്മിറ്റ് ആയി സർജറി കഴിഞ്ഞു ഡിസ്ചാർജിന് മുമ്പായിട്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട്, ദാറ്റ് മീൻസ് അൺപ്ലാനഡ് ആയിട്ട് തന്നെ വീണ്ടും ഒരു റീ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം കേട്ടോ. അതാണ് അതിന്റെ അർത്ഥം. എന്താണ്? ഇനീഷ്യൽ സർജറിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട് അല്ലെ, എന്തെങ്കിലും ക്രമക്കേടുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് ഒരു സാഹചര്യം വന്നത് അല്ലെ. അതാണ് കേട്ടോ പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ. അടുത്ത നോക്കിയേ, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് കേട്ടോ. എന്താണ് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്? നിയർ മിസ് നമ്മൾ പറയും നിയർ മിസ് ആണെന്ന് പറയില്ലേ, നിയർ മിസ് ആയിപ്പോ നിയർ മിസ് ആണെന്ന് പറയില്ലേ, നമ്മൾ തലനാരിലേക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള കേസുകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു അപകടമാണ്, പക്ഷെ ഭാഗ്യത്തിന് സംഭവിച്ചില്ല, ആള് രക്ഷപ്പെട്ടു, അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവില്ലേ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്, സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന അപകടമായിരുന്നു, പക്ഷെ ഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചില്ല, ആള് രക്ഷപ്പെട്ടു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു രോഗീനെ കയറ്റുകയാണ്. അപ്പൊ ഈ ഡോക്ടർ എന്താണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് റിസ്റ്റിന്റെ ഭാഗത്താണ്, കൈത്തണ്ടയുടെ ഭാഗത്താണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഡോക്ടർ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, ഡോക്ടർ ഷോൾഡറിന്റെ ഭാഗത്തേക്ക് എന്താണ് ഷോൾഡറിന്റെ ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്യാനുള്ള പ്രൊസീജിയറുകളൊക്കെ ഒന്ന് തുടങ്ങി വെക്കുകയാണ്. ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന അനസ്തേഷ്യോളജിസ്റ്റിന്റെ ശ്രദ്ധയിൽ അത് പെടുകയും അദ്ദേഹം അത് ഡോക്ടറിനെ അലർട്ട് ചെയ്യുകയാണ്. ഞാൻ വെറുതെ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അതൊരു നിയർ മിസ് കേസ് ആണ് അല്ലെ, സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു അപകടമാണ്, പക്ഷെ ഭാഗ്യത്തിന് എന്ത് വന്നില്ല, സംഭവിച്ചില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ ശതമാനം കേട്ടോ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് കേട്ടോ. അടുത്ത നോക്കിയേ, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ് കേട്ടോ. ഇതാണ് പറയുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. മെഡിക്കൽ റെക്കോർഡ്സ് നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ, പഠിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. അതായത് നമ്മൾ ഇംപെർഫെക്റ്റ് ആയിട്ട്, അതായത് പൂർണ്ണമല്ലാത്തതും അതുപോലെ തന്നെ ശരിയായിട്ടുള്ള സമ്മതമില്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. പഠിച്ചോ? മെഡിക്കൽ റെക്കോർഡ് പഠിച്ചോ നിങ്ങള്? അപ്പൊ കുഴപ്പമില്ല, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഞാൻ പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് നമ്മൾ പൂർണ്ണമല്ലാത്തതും ശരിയായിട്ടുള്ള സമ്മതമില്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം കേട്ടോ. നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കും, പൊതുവെ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഒരു ഫിസിഷ്യൻ ആണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്, അങ്ങനെയാണ് അതിന്റെ റൂൾ, അങ്ങനെയാണ്. ഇനി പിന്നെ പറയുന്നത് എന്താണ്, ഇംപ്രോപ്പർ കൺസെന്റ്. നമുക്കറിയാലോ, നമ്മളിപ്പോ ഒരു രോഗിയുടെ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മള് ഒരു ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, ഒരു സർജറി ആയിക്കോട്ടെ, എന്ത് ചെയ്യുന്നതിന് മുമ്പായിട്ടും നമുക്ക് ആ രോഗിയിൽ നിന്നുള്ള സമ്മതം ആവശ്യമാണ് അല്ലെ. സമ്മതമില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അവരിൽ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഇവിടെ പറയുന്നത് എന്താണ്, ഇംപ്രോപ്പർ കൺസെന്റ് ആണ്, ശരിയായ സമ്മതമില്ലാതെ. ഒരു കാര്യം നിങ്ങൾ അവിടെ ചിന്തിക്കണം, എന്താണ് ഈ ഇംപ്രോപ്പർ കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് നമ്മൾ ഇപ്പോഴും ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ആ ഒരു രോഗിയുടെ കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ അവരെ അറിയിച്ചിരിക്കണം. അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ റിസ്കുകൾ എന്തൊക്കെയാണ്, പൊട്ടൻഷ്യൽ റിസ്ക് എന്താണ്, അതിന്റെ നല്ല ഔട്ട്കംസ് എന്തൊക്കെയാണ്, അങ്ങനെ ഉൾപ്പെടെയുള്ള അതിന്റെ കോൺസിക്വൻസസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലും മാർഗങ്ങളുണ്ട്, അങ്ങനെ എല്ലാ കംപ്ലീറ്റ് വിവരങ്ങളും നമ്മൾ ആരെ ബോധ്യപ്പെടുത്തിയിരിക്കണം, ശരിക്കും പേഷ്യന്റിനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ എല്ലാ വിവരങ്ങളും അവരെ അറിയിച്ചുകൊണ്ട് അവർക്ക് അത് ബോധ്യപ്പെട്ട് അവര് തരുന്ന സമ്മതം ഉണ്ടല്ലോ, അതാണ് പ്രോപ്പർ കൺസെന്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ അത് അറിയിക്കണം. അതാണ് ഞാൻ പറഞ്ഞ, ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ എന്തൊരു ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് കൊടുക്കുന്നത്, അതിന്റെ ഇഫക്റ്റുകൾ എന്താണ്, അതിന്റെ റിസൾട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ അതിന്റെ വല്ല പൊട്ടൻഷ്യൽ റിസ്കുകൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ എപ്പോഴും ഒരു പേഷ്യന്റിന് കൊടുത്തിരിക്കണം. അങ്ങനെ കാര്യങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് അവരിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന ഒരു സമ്മതം ഉണ്ടല്ലോ, അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള സമ്മതത്തിനെയാണ് നമ്മൾ പ്രോപ്പർ കൺസെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഉള്ളതൊക്കെ എന്താണ്, ഇംപ്രോപ്പർ കൺസെന്റ് ആണ് കേട്ടോ. അപ്പൊ അത്തരത്തില് എന്താ പറയാ, പൂർണ്ണമല്ലാത്തതും ഇംപ്രോപ്പർ കൺസെന്റ് എന്ന് വെച്ചാൽ ശരിയല്ലാത്ത രീതിയിലുള്ള, ശരിയല്ലാത്ത ഒരു സമ്മതത്തോട്
റെക്കോർഡോട് കൂടിയിട്ടും അതിലുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്, അതൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. പിന്നെ അടുത്തത് കേട്ടോ, പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആണ് കേട്ടോ. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രതികൂല സംഭവമാണ് കേട്ടോ. അതൊരു എന്താ പറയാ, അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രതികൂല സംഭവങ്ങൾ കേട്ടോ. നമ്മൾക്കിപ്പോ ഒരു വ്യക്തിയിൽ നിന്ന് ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടാകാം. എപ്പോഴും ഉണ്ടാവണമെന്നല്ല, ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അത് വളരെ മൈൽഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് തൊട്ട് വളരെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഇൽനെസ് വരെ അതുമൂലം ഉണ്ടാവാം. രോഗിയുടെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുകൾ വരാറുണ്ട്. അപ്പൊ എന്തായാലും ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് കേട്ടോ അത് പ്രതികൂല സംഭവങ്ങളായിരിക്കും, അൺഫേവറബിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ക്ലിയർ? അടുത്തത് കേട്ടോ, അടുത്ത പോയിന്റ് ഇതാണ്. പെർസെന്റേജ് ഓഫ് കേസസ് who received suitable prophylactic antibiotics within the specified time frame. എന്താണ് പറയുന്നത്? പെർസെന്റേജ് ഓഫ് കേസസ് who received suitable prophylactic antibiotics within the specified time frame. ആദ്യം തന്നെ എന്താണ് പ്രോഫൈലാക്സിസ് എന്ന് അറിയണം കേട്ടോ. പ്രോഫൈലാക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിവെൻഷന് വേണ്ടി കൊടുക്കുന്ന മരുന്നുകളാണ് കേട്ടോ. പ്രിവെൻഷൻ, നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ബോർഡുകളൊക്കെ ഇനി വായിക്കണം, അവിടെയൊക്കെ ഇങ്ങനെ കാണാം, ഇങ്ങനത്തെ വാക്കുകളൊക്കെ കാണാം കേട്ടോ. പ്രോഫൈലാക്സിസ് എന്നൊക്കെ പറഞ്ഞ് കാണാം. പ്രോഫൈലാക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രോഫൈലാക്സിസ് എന്ന വാക്കിന്റെ അർത്ഥം അതാണ് കേട്ടോ. പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് പൊതുവെ നമ്മൾ എപ്പോഴാണ് കൊടുക്കാന്ന് അറിയാമോ? പ്രത്യേകിച്ച് കൊടുക്കുന്നത് നമ്മൾ സർജറി ഒക്കെ കഴിയുമ്പോഴാണ് കേട്ടോ. സർജറി കഴിയുമ്പോഴല്ല, നമ്മൾ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള റിസ്ക് ഉള്ള ചില പേഷ്യൻസ് ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ അതന്നെ പ്രിവെന്റ് ഇൻഫെക്ഷൻ ആണ്. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ സർജറിക്ക് വിധേയമാക്കുമ്പോൾ ഈ സർജറിക്ക് ശേഷം സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് അവർക്ക് കൂടുതലായിരിക്കും. മനസ്സിലായോ? അതായത് അവർക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവായിരിക്കും. പിന്നെ മറ്റു പല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് സർജറി ഒക്കെ കഴിയുന്ന സമയത്ത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, നിങ്ങൾ ഇതിൽ പഠിച്ചിട്ടില്ലേ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അങ്ങനെയുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനെ മുൻകൂട്ടി കണ്ട് ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കും? അതിന് മുമ്പായിട്ട് തന്നെ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് അവർക്ക് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? പിന്നീട് ഈ സർജറിക്ക് ശേഷം വരുന്ന റിസ്കുകൾ, ഇൻഫെക്ഷൻസ് അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു സ്പെസിഫൈഡ് ടൈം ഫ്രെയിമിൽ, നിശ്ചിത സമയപരിധിക്കുള്ളിൽ കൃത്യമായിട്ട് അനുയോജ്യമായിട്ട് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ സ്വീകരിച്ചിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പെർസെന്റേജ് ഓഫ് കേസസ് who received, okay ampicillin ഒക്കെ an example ആണ് അല്ലെ. Okay, who received suitable prophylactic antibiotics within the specified time frame ട്ടോ. ആ സ്പെസിഫിക് ടൈം ഫ്രെയിമിനകത്ത് അനുയോജ്യമായിട്ട് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ റിസീവ് ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? പെർസെന്റേജ് ഓഫ് സർജറീസ് where the organization's procedure to prevent the hostile events like wrong site, wrong patient and wrong surgery have been adhered to. എന്താണ് പറയുന്നത്? അതായത് നമുക്കറിയാം, ഈ തെറ്റായ സൈറ്റിൽ സർജറികൾ ചെയ്യുക, ആള് മാറി സർജറി ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സർജറിയിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വരിക അല്ലെ, അങ്ങനെയൊക്കെ ഉള്ള റിസ്കുകളെ ഒഴിവാക്കുന്നതിനായിട്ട് അത്തരം ഹോസ്റ്റൈൽ ഇവന്റ്സ് ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം പ്രതികൂല സംഭവങ്ങളെയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. കൃത്യമായിട്ടുള്ള പ്രൊസീജിയറുകൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള റിസ്കുകളൊക്കെ ഒഴിവാക്കാനായിട്ട്. അപ്പൊ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനം, ശരിക്കും പറഞ്ഞാൽ എന്താണ് ശരിക്കും? പെർസെന്റേജ് ഓഫ് സേഫ് ആയിട്ട് നടന്നിട്ടുള്ള സർജറികളാണ് അവരവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് കുറച്ച് നീട്ടി പരത്തി പറഞ്ഞു എന്ന് മാത്രമാണ്. അതായത് റോങ് സൈറ്റ് ആയിട്ട്, റോങ് പേഷ്യന്റ്, തെറ്റായ രീതിയിൽ സർജറികളൊക്കെ, അങ്ങനെയുള്ള പ്രതികൂല സംഭവങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലുകൾ കൃത്യമായി
കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾസ് അതിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത്തരം സ്റ്റാൻഡേർഡുകളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ സർജറികളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എല്ലാവരും കൃത്യമായിട്ട് ചിലപ്പോൾ അതൊന്നും പാലിച്ചുകൊണ്ടാവില്ല നടക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരിക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ, റിപ്പോർട്ടിൽ. അവിടെ മാത്രമല്ല കേട്ടോ, മറ്റു പലയിടത്തും ഉണ്ടാവാറുണ്ട്. എങ്കിലും ഓർമ്മ വന്നത് പറഞ്ഞത് മാത്രം. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ അങ്ങനെ നടന്നിട്ടുള്ളത്, ദാറ്റ് മീൻസ് അത്തരം കൃത്യമായിട്ടുള്ള ആ ഒരു പ്രോട്ടോകോള് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതും ഒരു ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ വരുന്നത് എന്താണ്? മെഡിക്കേഷൻ എറർ റേറ്റ് ആണ് കേട്ടോ. എന്താണ്? മെഡിക്കേഷൻ എറർ റേറ്റ് ആണ്. മരുന്നുകളിലൊക്കെ വരുന്ന എററുകളുടെ നിരക്കാണ്. അപ്പോ മെഡിക്കേഷൻ എറർ റേറ്റ് എന്ന് പറയുമ്പോൾ അത് ആരിൽ നിന്ന് വേണമെങ്കിലും സംഭവിക്കാം കേട്ടോ. മെഡിക്കേഷൻ എറർ എന്ന് പറഞ്ഞാല് അത് ആരിൽ നിന്ന് വേണമെങ്കിലും സംഭവിക്കാം. പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് സംഭവിക്കാം, ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കാം, എന്തിനു പറയുന്ന ഫാർമസിയുടെ ഭാഗത്ത് നിന്ന് വരെ സംഭവിക്കാം. ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പൊ നമ്മുടെ പേഷ്യന്റ് തെറ്റായി മരുന്ന് കഴിച്ചാൽ പോരെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 നേരം കഴിക്കേണ്ട മരുന്ന് അറിയാതെ എടുത്തു, അത് 4 5 നേരം അറിയാണ്ട് കഴിച്ചു പോയി, തെറ്റായി അല്ലെ? അപ്പൊ അങ്ങനെ വരാം അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ ഫാർമസിയിൽ നിന്ന് മരുന്ന് എടുത്തു കൊടുക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാം. ചിലപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ വരുമ്പോൾ ചില മിസ്റ്റേക്ക് വരാം അല്ലെ. അതൊക്കെ റയർ കേസുകളാണ് എങ്കിൽ കൂടിയും അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെഡിക്കേഷൻ എറർ റേറ്റ് ആണ് കേട്ടോ. മരുന്നുകളുടെ എറർ മീൻസ് മെഡിക്കേഷൻസിൽ വരുന്ന തെറ്റുകളുടെ ക്രമക്കേടുകളുടെ ഒക്കെ നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. അറിയാലോ, സർജിക്കൽ സൈറ്റ് എന്ന് പറയുന്ന ഒരു നോസോകോമിയൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് വരാതിരിക്കാനാണ് ഇങ്ങനെയുള്ള പ്രൊഫൈലാക്സിസ് ആന്റിബയോട്ടിക്സും മറ്റുമൊക്കെ കൊടുക്കുന്നത് കേട്ടോ. എങ്കിലും സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ ശതമാനം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? ഒരെണ്ണം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. അടുത്തത് എന്താണ്? സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU കേട്ടോ. ICUവിൽ ഉണ്ടാകുന്ന മരണനിരക്ക് കേട്ടോ. ICU എന്ന് പറയുമ്പോൾ അറിയാലോ, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിവിയർ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കാം. മേ ബി മരണം എക്സ്പെക്ട് ചെയ്യുന്ന ആളുകളും അവിടെ ഉണ്ടായിരിക്കാം. അപ്പൊ ICUവിൽ നടക്കുന്ന മോർട്ടാലിറ്റി റേഷ്യോ ആണ് കേട്ടോ, മരണനിരക്ക്. ഓക്കെ, അതും ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടാണ് അവിടെ കണക്കാക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. എന്താ നേരത്തെ നമ്മൾ അൺഎക്സ്പെക്ടഡ് റിട്ടേൺ ടു OT പറഞ്ഞില്ല, അതുപോലെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. അതായത് സമാനമായിട്ടുള്ള കംപ്ലൈന്റ്സ് ആയിട്ട്, പ്രശ്നങ്ങളായിട്ട് എന്താണ് വിത്തിൻ 72 മണിക്കൂറിനുള്ളിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു പോകേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം. നമുക്കറിയാം, എമർജൻസി സിറ്റുവേഷനിൽ ആദ്യം പേഷ്യന്റിനെ എവിടേക്കാ കൊണ്ടുവരിക? കാഷ്വാലിറ്റി അല്ലെ, കാഷ്വാലിറ്റിയിലോട്ടാണ് കൊണ്ടുവരിക. ചിലപ്പോൾ അവിടെ രോഗിയെ കൊണ്ടുവരുന്ന അവർക്ക് ഒരു ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി ഒരു മരുന്നുകൾ മെഡിസിൻസ് ഒക്കെ കൊടുത്ത് അവർ തിരിച്ചു വിടുകയാണ്, പറഞ്ഞയക്കുകയാണ്. പക്ഷെ 72 മണിക്കൂറിനുള്ളിൽ ഇതേ സമാന പ്രശ്നങ്ങളായിട്ട് വീണ്ടും അവർ എവിടേക്ക് തന്നെ വരികയാണ്? കാഷ്വാലിറ്റിയിലേക്ക് വരികയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇനീഷ്യൽ അസസ്മെന്റ് ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇനീഷ്യലി കൊടുത്ത മരുന്നുകൾ ചിലപ്പോൾ പ്രോപ്പർ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും സെയിം പ്രശ്നങ്ങളായിട്ട് വീണ്ടും അവർക്ക് റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും ഇരിക്കട്ടെ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. 32 എണ്ണം ഉണ്ട് കേട്ടോ പഠിക്കാൻ. ഇതുവരെ ശരിക്കും പഠിക്കാനുള്ളൂ. ഈ 32 ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യങ്ങള് ഇതേ ഇൻഡിക്കേറ്ററുകൾ തന്നെ നമ്മൾ പല ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടും എടുത്തു പറയുന്നത് മാത്രമേ ഉള്ളൂ. അതാണ് ബാക്കിയുള്ളത് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതൊരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് മാത്രം. 1 2 പോയിന്റ് മാത്രം അവിടെ പറയാത്തത് ഇവിടെ എക്സ്ട്രാ പറയുന്നുണ്ട്. അത് മാത്രമേ പിന്നെ പഠിക്കാൻ വരുന്നുള്ളൂ കേട്ടോ. ഞാൻ കുറെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പോ ഞാൻ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതുവരെയുള്ള ഭാഗങ്ങൾ നല്ലപോലെ വായിക്കാം കേട്ടോ. ഓക്കെ, എന്നാ ശരി, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ശരി എന്നാ, താങ്ക് യു.